നാൾക്ക് ശേഷമാണ് ഞാൻ കോട്ടക്കിൽ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അതുകൊണ്ട് എനിക്കാണ് സന്തോഷം. ഇവിടെ എനിക്ക് തോന്നുന്നൊരു എത്ര വർഷം മുമ്പായിരിക്കും? 12 വർഷം മുമ്പ് ആണോ? 10 വർഷം മുമ്പ്. അപ്പോൾ കണക്കുണ്ടായിരുന്നു അവിടെ. താങ്ക് യു. അന്ന് SPB വരുന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോഗ്രാമായിരുന്നു. പക്ഷേ SPB സാർക്ക് വരാൻ പറ്റിയില്ല. എന്നിട്ട് പക്ഷെ നമ്മളൊക്കെ കുറേ കൂടി പ്രോഗ്രാം നടത്തി. കാരണം ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല വെച്ചാൽ അത് ഭയങ്കര വിഷമമാണ്. സാറില്ല, പക്ഷെ അദ്ദേഹം ഈ ലോകം വിട്ട് പോയി. പക്ഷേ ഇന്ന് അതിനുശേഷം ഈ കോട്ടക്കലിൽ വരാൻ കഴിഞ്ഞ ഭയങ്കര സന്തോഷം. പിന്നെ കോട്ടക്കലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ഈ വഴി പോണ സ്ഥലം കേട്ടോ. അവിടെ ഒരു ജംഗ്ഷനിൽ ഇപ്പോൾ എറണാകുളത്ത് നിന്നൊക്കെ വരുന്നവർ, തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്നവർ അവിടെ തിരിഞ്ഞിട്ട് അവിടെ ചായയുടെ ഒരു ഷോപ്പുണ്ട്. അവിടെ നിർത്തിയിട്ട് നമ്മൾ രാത്രി ലേറ്റ് നൈറ്റ് ചായയും കടിയൊക്കെ കഴിച്ച് പോകാറുണ്ട്. അപ്പോൾ കോട്ടക്കിൽ നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലമല്ല. പിന്നെ ഇന്ന് ഞങ്ങൾ സൗണ്ട് ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കഴിച്ചു? അവിൽ മിൽക്ക് ഷേക്ക് കഴിച്ചു കേട്ടോ. ആ കടയുടെ പേര് അറിയില്ല, പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് 70 തരം അവിൽ മിൽക്ക് ഷേക്ക് കഴിച്ചിട്ടുണ്ട്. അത് സൂപ്പർ. സാധാരണ ഞങ്ങളുടെ അവിടെയൊക്കെ അവിൽ മിൽക്ക് ഷേക്ക് കഴിക്കുന്നത് ഫലൂഡ മാതിരിയാണ്. കുറേ ഐസ്ക്രീം നിറയ്ക്കും, കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കും, അത് ഫലൂഡ കഴിച്ചാൽ മതി. പക്ഷേ ഇതൊരു ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. അപ്പോൾ കോട്ടയംകാർക്ക് ഭയങ്കര ഭാഗ്യമാണ്. ഇനി ഇത് കഴിച്ചിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഷവായി കഴിക്കാൻ പോവാണ് കേട്ടോ. ഏതാ കടയെന്നറിയില്ല. അവർ ഓർഗനൈസർ ചേട്ടൻ റെഡിയാക്കി തരാമെന്ന് കണ്ടു. ഒരു കാല് മാറുന്നുണ്ടാവുമോ, പക്ഷെ ഞങ്ങൾ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കാം. അപ്പോൾ എനിക്കറിയാം ഈ ഇവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന മലപ്പുറമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മന്തി ബിരിയാണിയും ഷവായിയും പിന്നെ അൽഫാം ഒക്കെ കിട്ടുന്ന സ്ഥലം. അപ്പോൾ അൽഫാമൊക്കെ കഴിക്കണവരാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇതേപോലെയാണ് ഞങ്ങളുടെ പാലക്കാടുകാരും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കേട്ടോ. ഇവിടെയൊക്കെ വന്നാൽ കോഴിക്കോടൊക്കെ പോകുമ്പോഴാണ് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഏരിയ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടാനും ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ കഴിഞ്ഞാൽ വി ആർ സോ ഹാപ്പി, വി ആർ സോ ഓണർ. അപ്പോൾ ഓഷ്യൻ ഈ പ്രോഗ്രാം ഓർഗനൈസേഴ്സിന് ഞങ്ങൾ നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ നൗഫൽ ഭായ് ആണ് പ്രോഗ്രാംസൊക്കെ നടത്തുന്നത്. അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയിരിക്കുക. വിനീത് ശ്രീനിവാസിൻ്റെ മാനേജറാണ് അദ്ദേഹം. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചങ്കാണ്. അപ്പോൾ വിനീതിൻ്റെ കൂടെ പോയിരിക്കുന്നു. കയറുമ്പോൾ തന്നെ വിളിച്ചിരുന്നു. പിന്നെ ബായിയൊക്കെ ഇവിടെ ഉണ്ട്, ഹസൻ ഭായ് ഇവിടെ ഉണ്ട്. ഹസൻ ഭായിക്ക് എല്ലാവരും ഒന്ന് കൈകൊണ്ടിരിക്കാം. ഞങ്ങളിന്ന് കഴിഞ്ഞ ഒരാഴ്ച നടക്കുന്ന ഈ പ്രോഗ്രാമൊക്കെ ഹസൻ ഭായിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഹസൻ ഭായിയുടെ ടീമുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാണോ? അപ്പോൾ ഇപ്പം ഇത്ര നേരം നമ്മുടെ ഫ്രാൻസിസ് ചേട്ടൻ വായിച്ചത് ഇഷ്ടപ്പെട്ടോ? ഫ്രാൻസിസ് ചേട്ടനൊക്കെ ലോക ഫേമസ് ആയിട്ടുള്ള കലാകാരന്മാരാണ്. അതൊക്കെ നല്ല സുഖമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ്റെ പെർഫോമൻസ് ഇനി ഉണ്ടാവേണ്ടതാണ് കേട്ടോ. ഫ്രാൻസ് ചേട്ടാ എല്ലാവരും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഫ്രാൻസ് ചേട്ടൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടി വായിക്കും. പിന്നെ ഗിറ്റാർ വായിക്കുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനന്റ് ലീഡ് ഗിറ്റാർ പ്ലെയർ ഡെർവിൻ ഡിസൂസ. ഡെർവിൻ കുറേ സിനിമകളിലൊക്കെ വായിക്കാനാണ്. നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള കുറേ സിനിമകളിൽ അദ്ദേഹം വായിച്ചിട്ടുള്ളതാണ്. കേരംസ് ഹോട്ടലിനകത്ത് അദ്ദേഹം ഷവായി ഇരിക്കണേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിക്കും. അപ്പോൾ നമ്മുടെ ഡ്രമ്മർ ഒന്ന് പരിചയപ്പെടാം. നിഖിലാണ്. നിഖിലെന്ന് റെഡി ചെയ്ത് ഫുള്ള് റോലാണ്. ഇതിന് കുറച്ച് കപക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സാരമില്ല, വായിക്കാൻ അതൊക്കെ മാറിപ്പോകും കേട്ടോ. ഇടയ്ക്ക് ചോദിക്കേണ്ട സാരമില്ല. പിന്നെ നമ്മുടെ സെബിനാണ് ബേസ് ഗിറ്റാർ വായിക്കുന്നത്. എല്ലാം വളരെ യങ്ങാണ്. ഞാൻ യങ്ങാണെന്ന് വെച്ചാൽ അത്രയല്ല കേട്ടോ. നിങ്ങളെന്നെ പണ്ടുപോലെ കാണുന്നതായിരിക്കും ടെലിവിഷനിൽ. പക്ഷേ എനിക്കിത് വീട്ടിലത്തെ വേറെ പരിപാടികളൊന്നും അറിയില്ല. അപ്പോൾ മ്യൂസിക്കാണ്, അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ നിങ്ങൾ സർവൈവ് ചെയ്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, നിങ്ങൾ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത, എൻ്റെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എനിക്കൊരു ഫ്യൂഷൻ ഉണ്ടാവും. ഇൻസ്ട്രുമെൻറ്റിൽ ഇതേമാതിരി വായിക്കും, പക്ഷെ ഗംഭീരമായി പാടി കോട്ടക്കൽ കാലയ്ക്ക് തൂമിയൊക്കെ പാടുമ്പോൾ എന്തായിരുന്നു മന്ദാരച്ചെപ്പുണ്ടോ, ഇങ്ങനെ കുറച്ച് പാട്ടുകൾ ഞങ്ങൾ ഇടയ്ക്ക് വായിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വായിക്കാം. സി നമ്മൾ എന്തായാലും ലോകത്തിൽ ജീവിക്കുന്നത്, നമ്മൾ നമ്മുടെ കുടുംബങ്ങൾ നോക്കാനും ഇതൊരു അണ്ണനെ ഒരു ഇക്കനെ കണ്ടാ ഇതാണ് ലൈഫ്. സി ആ കൂളിംഗ് ഗ്ലാസ്സൊക്കെ കിട്ടുക, ആ തൊപ്പി ഇതൊന്നും യാതൊരു ബന്ധമില്ലാതാണ് കൂളിംഗ് ഗ്ലാസ്സൊക്കെ കിട്ടുന്നതാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് അര കൊള്ളിക്കുന്നൊരു മുഖം കേട്ടോ. ഇവിടെ വന്നാലൊക്കെ വയറിലാവും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ നല്ല പാടിച്ച പോവുള്ളൂ. പാടിക്കാൻ വളരെ മുമ്പ് പാടണം കേട്ടോ. അത് പാടിച്ച പോവുള്ളൂ. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കണം, കുടുംബങ്ങളൊക്കെ നോക്കണം. ഇത് കണ്ടോ ഓരോ കുട്ടികളൊക്കെ വെച്ച് കാരണം അടുത്ത തലമുറേനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് നല്ല സംഗീതം കേൾക്കണം, നല്ല സുഹൃത്തുക്കൾ വേണം, പിന്നെ കുറച്ച് പൈസ ഒക്കെ വേണം അല്ലേ? ഇതൊക്കെ തന്നെയല്ലേ ജീവിതം. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളുള്ളൂ.
വേറെ ഒന്നും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. അപ്പൊ നന്നായിട്ട് മ്യൂസിക് എൻജോയ് ചെയ്യാം, നല്ല ഭക്ഷണം കഴിക്കാൻ, കുറെ കഴിയുമ്പോൾ ഇരിക്കാം അല്ലേ. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ശക്തിയൊക്കെ ഉണ്ട്, നമ്മളെ നടത്തുന്നേക്കണം, അവരൊക്കെ നമ്മൾ വിശ്വസിക്കണം. റെഡിയല്ല? ഞാൻ അധികം പറഞ്ഞൊരു മതപ്രസംഗമായി മാറിപ്പോകും. അപ്പൊ അടുത്ത പാട്ടിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ കൂടെ 2 കിടിലങ്ങൾ പാടാനുണ്ട്. ആദ്യത്തെ പാട്ട് തന്നെ ഞാൻ വിളിക്കാം. ഓൾ ദ വേ ഫ്രം ഇന്ത്യൻ ഐഡൽ ടു എവറി റിയാലിറ്റി ഷോസ് ആൻഡ് പ്ലേബാക്ക് സിംഗിങ്, വൺ ആൻഡ് ഓൺലി അസ്ലം. അസ്ലമിനെ എനിക്ക് ചെറുപ്പം പോലെ അറിയാം. അവന് ഇന്ത്യൻ ഐഡൽ മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്നു, ഒരു ഇന്ത്യൻ വോയിസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിനക്ക് എല്ലാവരും ഇഷ്ടം. പക്ഷെ ഇന്ത്യൻ ഐഡൽ കയറി നല്ല കലക്കി. ഇപ്പൊ